Hello everyone, welcome to Xylem. ഇന്ന് നമ്മൾ നോക്കാൻ പോകുന്നത് how to apply for RRB NTPC exams. So RRB NTPC യുടെ ഗ്രാജുവേറ്റ് ലെവൽ എക്സാമിനും അണ്ടർ ഗ്രാജുവേറ്റ് ലെവൽ എക്സാമിനും നമുക്ക് എങ്ങനെ അപ്ലൈ ചെയ്യണമെന്ന് നോക്കാം. സോ ഫസ്റ്റ് ഓഫ് ഓൾ നിങ്ങൾക്ക് ഇഷ്ടമുള്ള സോണിലോട്ട് നമുക്ക് അപ്ലൈ ചെയ്യാൻ സാധിക്കുമെന്നുള്ളതാണ്, റൈറ്റ്? ബട്ട് ഒരു ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യം എന്ന് പറയുന്നത് ഒരു സെയിം എക്സാം നമ്മൾ ഒന്നിലധികം സോണിലോട്ട് അപ്ലൈ ചെയ്യാൻ സാധിക്കില്ല. അതായത് നിങ്ങൾ ഗ്രാജുവേറ്റ് ലെവലാണ് എഴുതുന്നതെങ്കിൽ നിങ്ങൾക്ക് എന്ത് ചെയ്യാം, ഇഷ്ടമുള്ള സോണിൽ അപ്ലൈ ചെയ്യാം. ബട്ട് ഒന്നിലധികം സോണിൽ നമ്മൾ ഗ്രാജുവേറ്റ് ലെവൽ അപ്ലൈ ചെയ്ത് കൊടുത്തു കഴിഞ്ഞാൽ നമ്മൾ ഡീബാർ ചെയ്യപ്പെടും. നിങ്ങൾക്ക് അതുപോലെ തന്നെ ഗ്രാജുവേറ്റ് ലെവലും അപ്ലൈ ചെയ്യാം, സെപ്പറേറ്റ് ആയിട്ടും അണ്ടർ ഗ്രാജുവേറ്റ് ലെവലും അപ്ലൈ ചെയ്യാം. സോ നിങ്ങളുടെ ഇഷ്ടം എന്താണോ അക്കോർഡിംഗ്ലി നിങ്ങൾ അപ്ലൈ ചെയ്യാം. ഇനി അപ്ലൈ ചെയ്യുന്നതിന് മുമ്പ് എന്തൊക്കെ ഡോക്യുമെന്റ്സ് ആണ് നമ്മൾ കരുതി വെക്കേണ്ടത്, അല്ലെങ്കിൽ നമ്മൾ റെഡിയാക്കി സെറ്റാക്കി വെക്കേണ്ടതെന്ന് നോക്കാം, റൈറ്റ്? യെസ്. അപ്പോൾ നമ്മളിവിടെ നോക്കിക്കഴിഞ്ഞാൽ ഞാനിവിടെ കുറച്ച് PDF എന്ന് പറയുന്നത് കാണിക്കുന്നുണ്ട്. സോ PDF എന്ന് ഉദ്ദേശിക്കുന്നത് അത് അപ്ലോഡ് ചെയ്യാനുള്ള ഫോർമാറ്റ് ആണ് എന്ന് പറഞ്ഞാൽ അത് അപ്ലോഡ് ചെയ്യേണ്ട ആവശ്യമുണ്ട്. അതുപോലെ ഫോട്ടോന്റെ കേസിലാണെങ്കിൽ JPG അല്ലെങ്കിൽ JPEG എന്ന് കാണിച്ചിട്ടുണ്ട്, അതൊക്കെ അപ്ലോഡ് ചെയ്യേണ്ടതാണ്. ബാക്കിയെല്ലാം ഡീറ്റെയിൽസ് നമ്മൾ എൻ്റർ ചെയ്ത് കൊടുത്താൽ മതി. അപ്പോൾ നിങ്ങളൊരു SC/ST കാൻഡിഡേറ്റ് ആണെങ്കിൽ കൃത്യമായിട്ട് നിങ്ങൾ എന്ത് ചെയ്യണം, നിങ്ങളുടെ സർട്ടിഫിക്കറ്റ് PDF ഫോർമാറ്റിലോട്ട് കൺവേർട്ട് ചെയ്യുക. കാരണം ഡീറ്റെയിൽസ് എൻ്റർ ചെയ്യൽ മാത്രമല്ല അപ്ലോഡ് ചെയ്യാനുള്ള ഒരു പ്രൊവിഷനും ചോദിക്കുന്നുണ്ട്. സോ കൃത്യമായിട്ട് അത് കൺവേർട്ട് ചെയ്ത് ആദ്യം തന്നെ റെഡിയാക്കി വെക്കുക. ഇനി നിങ്ങൾ OBC NCL ആണ് അല്ലെങ്കിൽ EWS കാൻഡിഡേറ്റ് ആണെങ്കിൽ നിങ്ങൾ എന്ത് ചെയ്താൽ മതി, സർട്ടിഫിക്കറ്റ് കയ്യിൽ മതി, അതായത് ഡീറ്റെയിൽസ് ഫില്ലിൻ ചെയ്താൽ മതി, അപ്ലോഡ് ചെയ്യേണ്ട ആവശ്യം അവിടെ വരുന്നില്ല. ഇനി നമ്മുടെ 10th സർട്ടിഫിക്കറ്റ് അപ്ലോഡ് ചെയ്യേണ്ട ആവശ്യമുണ്ട്. സോ PDF ഫോർമാറ്റിലോട്ട് കൺവേർട്ട് ചെയ്ത് വെക്കുക. ഡാറ്റ ഫില്ലിൻ ചെയ്യാനുണ്ട്, അത് നമുക്ക് കുഴപ്പമില്ല. ബട്ട് അപ്ലോഡ് ചെയ്യാനുള്ളത് കൊണ്ട് തന്നെ അത് മാത്രം PDF ഫോമിലോട്ട് കൺവേർട്ട് ചെയ്യാം. ഇനി 12th നിർബന്ധമായിട്ട് നമ്മൾ അണ്ടർ ഗ്രാജുവേറ്റ് പോസ്റ്റിനാണ് അപ്ലൈ ചെയ്യുന്നതെങ്കിൽ 12th ഡീറ്റെയിൽസ് അവിടെ കൊടുക്കേണ്ട ആവശ്യമുണ്ട്. ഇനി നിങ്ങൾ ഗ്രാജുവേറ്റ് ലെവലിലാണ് നിങ്ങൾ അപ്ലൈ ചെയ്യുന്നതെങ്കിൽ നമ്മുടെ ഡിഗ്രി സർട്ടിഫിക്കറ്റിന്റെ ഡീറ്റെയിൽസ് കൊടുക്കേണ്ട ആവശ്യമുണ്ട്. സോ അത് എന്ത് ചെയ്യാം, റെഡിയാക്കി വെക്കാം, റൈറ്റ്? പിന്നെ നമുക്കറിയാമേ നമ്മൾ എക്സാം എഴുതി കഴിഞ്ഞ് കഴിഞ്ഞാൽ നമുക്ക് കുറച്ച് പൈസ തിരിച്ച് നമ്മുടെ അക്കൗണ്ടിലോട്ട് അവർ തരും, റൈറ്റ്? നമ്മുടെ ഫീസിന്റെ കുറച്ച് ഭാഗം നമുക്ക് തിരിച്ച് തരാറുണ്ട്. അപ്പോൾ നമ്മൾ ആ എമൗണ്ട് റിസീവ് ചെയ്യാൻ വേണ്ടിയിട്ടും നമ്മുടെ ബാങ്ക് ഡീറ്റെയിൽസ് കൊടുക്കണം. ദാറ്റ് മീൻസ് നമ്മുടെ അക്കൗണ്ട് നമ്പറും അതുപോലെ തന്നെ IFSC കോഡും കൃത്യമായിട്ട് വെരിഫൈ ചെയ്തിട്ട് നമ്മൾ എന്ത് ചെയ്യുക, നോട്ട് ചെയ്ത് വെക്കാം. നെക്സ്റ്റ് എന്ന് പറയുന്നത് EBC എക്കണോമിക്കലി ബാക്ക്വേർഡ് ക്ലാസിന്റെ സർട്ടിഫിക്കറ്റ് ആണ്. സോ അത് നമ്മൾ ഉണ്ടെങ്കിൽ നമുക്കത് സബ്മിറ്റ് ചെയ്ത് കഴിഞ്ഞാൽ, അത് അപ്ലോഡ് ചെയ്ത് കഴിഞ്ഞ് കഴിഞ്ഞാൽ നമുക്ക് എന്ത് കിട്ടും, ഫീസിന് കൺസെഷൻ കിട്ടും. അപ്പോൾ കൃത്യമായിട്ട് അതിന് അർഹതപ്പെട്ടവരാണെങ്കിൽ നിങ്ങൾ എന്ത് ചെയ്യുക, ആ ഫോർമാറ്റിലുള്ള നമ്മുടെ ഡോക്യുമെന്റ് PDF ഫോർമാറ്റിലോട്ട് കൺവേർട്ട് ചെയ്ത് വെക്കാം, റൈറ്റ്? ഇനി നമ്മൾ ഫോട്ടോയിലോട്ട് വരുമ്പോൾ JPG അല്ലെങ്കിൽ JPEG ഫോർമാറ്റിലാണ്. സോ 30 KB to 70 KB ആണ് അതിന്റെ സൈസ് എന്ന് പറയുന്നത്. റെസൊല്യൂഷൻ 320 x 240 ആണ്. ഇനി സിഗ്നേച്ചറിലോട്ട് വരുമ്പോൾ JPG അല്ലെങ്കിൽ JPEG ഫോർമാറ്റ് ആണ്. 30 KB to 70 KB ആണ് അതിന്റെ സൈസ്. ആൻഡ് റെസൊല്യൂഷൻ എന്ന് പറയുന്നത് 140/60 ആണ്, റൈറ്റ്? ഇനി ഫോട്ടോയുടെ കേസിൽ ബാക്ക്ഗ്രൗണ്ട് കൃത്യമായിട്ട് വൈറ്റ് ആവണമെന്ന് നിർബന്ധമായിട്ടും പറയുന്നുണ്ട്. അപ്പോൾ നിങ്ങൾ ശ്രദ്ധിക്കുക. ഇനി സിഗ്നേച്ചറിലോട്ട് വരുമ്പോൾ ബ്ലോക്ക് ലെറ്റർ പറ്റില്ല എന്ന് പറയുന്നുണ്ട്. എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ റണ്ണിങ് ലെറ്ററിലായിരിക്കണം നമ്മുടെ സിഗ്നേച്ചർ ഉണ്ടാവേണ്ടത്. ഇനി ഗ്രാജുവേറ്റ് ലെവൽ പോസ്റ്റിലാണെങ്കിൽ വൈറ്റ് പേപ്പറിൽ ബ്ലാക്ക് ഇങ്കോ അല്ലെങ്കിൽ ബ്ലൂ ഇങ്കോ യൂസ് ചെയ്ത് നമുക്ക് സൈൻ ചെയ്യാവുന്നതാണ്. ബട്ട് അണ്ടർ ഗ്രാജുവേറ്റ് പോസ്റ്റിലാണെങ്കിൽ അവർ പറയുന്നത് ബ്ലാക്ക് ഇങ്ക് ആവണമെന്നാണ്. അപ്പോൾ അത് കൃത്യമായിട്ട് നോക്കുക. അല്ലെങ്കിൽ നമ്മൾ എന്ത് ചെയ്യുക, ബ്ലാക്ക് മാത്രം എന്ത് ചെയ്യുക, ഫിക്സ് ചെയ്ത് വെക്കുക. ഓക്കെ അല്ലേ, റൈറ്റ്? ഇനി നമ്മൾ എന്ത് ചെയ്യണം, എല്ലാ ഡീറ്റെയിൽസും റെഡിയാക്കി വെച്ചതിന് ശേഷമാണ് നമ്മൾ അപ്ലൈ ചെയ്യാൻ പോകാൻ. ഓൾ റൈറ്റ്. അപ്പോൾ നമ്മൾ നെക്സ്റ്റ് അപ്ലൈ ചെയ്യാൻ വേണ്ടിയിട്ട് ഏതെങ്കിലും ബ്രൗസർ എടുക്കുക. അപ്പോൾ ഞാൻ ഗൂഗിൾ എടുത്തിട്ടുണ്ട്. ഗൂഗിളിൽ എന്ത് ചെയ്യുക, RRB എന്ന് ടൈപ്പ് ചെയ്ത് കൊടുക്കുക. RRB NTPC എന്നോ RRB തിരുവനന്തപുരം എന്നോ RRB ചെന്നൈ എന്നോ എന്തടിച്ചാലും വരും. അപ്പോൾ ഞാനിവിടെ RRB എന്ന് സെർച്ച് ചെയ്ത് കഴിഞ്ഞാൽ ആദ്യം വരുന്ന വെബ്സൈറ്റ് ഉണ്ടല്ലോ, rrbapply.gov.in, അത് നമ്മൾ എന്ത് ചെയ്യുക, ക്ലിക്ക് ചെയ്യുക. സോ ആ ഒരു വെബ്സൈറ്റ് നമ്മൾ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ ആ വെബ്സൈറ്റിന്റെ ഇന്റർഫേസ് ആണ് അവിടെ കാണുന്നത്. അപ്പോൾ അവിടെ അപ്ലൈ എന്ന് പറയുന്നത് റെഡ് കളറിലൊരു ബട്ടൺ കാണാം. നമ്മൾ അതൊന്ന് ക്ലിക്ക് ചെയ്യാം. സോ അപ്ലൈ ബട്ടൺ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് 2 ഓപ്ഷൻസ് ആണ് ഇവിടെ കാണാൻ സാധിക്കുക. ഫസ്റ്റ് വൺ എന്ന് പറയുന്നത് ക്രിയേറ്റ് ആൻ അക്കൗണ്ട്, സെക്കൻഡ് വൺ എന്ന് പറയുന്നത് ഓൾറെഡി ഹാവ് ആൻ അക്കൗണ്ട്. അപ്പോൾ എന്താണ് 2 ഓപ്ഷൻ? അപ്പോൾ നമുക്ക് റെയിൽവേയുടെ കുറച്ച് മുമ്പ് കുറച്ച് നോട്ടിഫിക്കേഷൻസ് വന്നിട്ടുണ്ടായിരുന്നു. സോ അങ്ങനെയുള്ള എക്സാംസിന് നിങ്ങൾ അപ്ലൈ ചെയ്തതാണെങ്കിൽ ഏതൊക്കെ എക്സാംസാ, CEN 01/2024, ALP, അതുപോലെ ടെക്നീഷ്യൻ, പിന്നെന്താ RPF, ജൂനിയർ എഞ്ചിനീയർ, ഈ പറയുന്ന എക്സാംസിന് നിങ്ങൾ ഓൾറെഡി അപ്ലൈ ചെയ്തിട്ടുണ്ടെങ്കിൽ ദാറ്റ് മീൻസ് യു ഹാവ് ഓൾറെഡി ക്രിയേറ്റഡ് ദ അക്കൗണ്ട്. അപ്പോൾ നമുക്ക് എന്ത് ചെയ്താൽ മതി, ആ സെയിം ക്രെഡൻഷ്യൽസ് യൂസ് ചെയ്തിട്ട് ലോഗിൻ ചെയ്താൽ മതിയാവും. ഇനി നിങ്ങൾ ഇങ്ങനെയുള്ള എക്സാംസിന് അപ്ലൈ ചെയ്തിട്ടില്ലെങ്കിൽ നമ്മൾ എന്ത് ചെയ്യുക, വി ഹാവ് ടു
ക്രിയേറ്റ് ആൻ അക്കൗണ്ട്. അപ്പോൾ ഈ ക്രിയേറ്റ് ആൻ അക്കൗണ്ട് ബട്ടൺ നമ്മൾ ക്ലിക്ക് ചെയ്യുക. സോ അങ്ങനെ ബട്ടൺ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് ഈ ഒരു ഇന്റർഫേസ് കാണാൻ സാധിക്കും. അപ്പോൾ ആദ്യം ചോദിക്കുന്നത് കൺട്രി ഓഫ് നാഷണാലിറ്റി ആണ്, അത് കൃത്യമായിട്ട് എൻ്റർ ചെയ്ത് കൊടുക്കുക. പിന്നെ നമ്മുടെ പേഴ്സണൽ ഇൻഫർമേഷൻ ചോദിച്ചിട്ടുണ്ട്. ആസ് പെർ വാർഡ് മെട്രിക്കുലേഷൻ അല്ലെങ്കിൽ 10th ക്ലാസ് സർട്ടിഫിക്കറ്റിൽ 10th സർട്ടിഫിക്കറ്റിൽ എങ്ങനെയാണോ നമ്മുടെ ഡീറ്റെയിൽസ് ഉള്ളത് ആ ഡീറ്റെയിൽസ് വേണം നമുക്കിവിടെ ഫില്ലിൻ ചെയ്ത് കൊടുക്കാൻ. അത് പേരായിക്കോട്ടെ. സോ ഫുൾ നെയിം എന്ന് പറയുന്നത് കൃത്യമായിട്ട് പറയുന്നുണ്ട്. അപ്പോൾ ആ രീതിയിൽ തന്നെ എൻ്റർ ചെയ്യുക. അത് നമ്മൾ റീടൈപ്പും ചെയ്യുക. സോ സിമിലർലി നമ്മളിവിടെ പേരെടുത്തിട്ട് റീടൈപ്പ് ചെയ്യുമ്പോൾ നമുക്കിവിടെ ഗ്രീൻ കളറിൽ ടിക്ക് കാണും. ദാറ്റ് മീൻസ് ബോത്ത് ആർ സെയിം. അപ്പോൾ അത് വെരിഫൈ ചെയ്യുക. അവർ ചോദിക്കും ഹാവ് യു ചേഞ്ച് യുവർ നെയിം, അപ്പോൾ എസ് ഓർ നോ കൊടുക്കുക. ഡേറ്റ് ഓഫ് ബർത്ത് വാട്ട് ആസ് പെർ 10th സർട്ടിഫിക്കറ്റ് കൊടുക്കുക, അത് റീടൈപ്പ് ചെയ്യാം. ജെൻഡർ സെലക്ട് ചെയ്യുക, റീടൈപ്പ് ചെയ്യാം. അതുപോലെ അച്ഛൻ്റെ പേര് ആസ് പെർ 10th സർട്ടിഫിക്കറ്റ് കൊടുത്തിട്ടുണ്ട്. സോ അതിൽ കാണുന്ന പോലെ തന്നെ കൊടുക്കുക. അപ്പോൾ ബിക്കോസ് ചിലതിൽ ഇനീഷ്യൽ ഇട്ടിട്ടുണ്ടാവില്ല, ബട്ട് എങ്ങനെയാണോ 10th അതുപോലെ തന്നെ കൊടുക്കുന്നതാണ് ബെസ്റ്റ്, റൈറ്റ്? പിന്നെ അമ്മയുടെ നെയിമും അതുപോലെ കൊടുത്തു, റീടൈപ്പ് ചെയ്തു. ദെൻ അതിന് താഴെ നമുക്ക് എന്ത് ചെയ്യണം? ആധാർ വെരിഫിക്കേഷൻ എന്ന് പറയുന്ന ഒരു ഓപ്ഷൻ കാണും. നമ്മളിങ്ങനെ സ്ക്രോൾ ഡൗൺ ചെയ്യുമ്പോൾ ആധാർ വെരിഫിക്കേഷൻ കാണും. അപ്പോൾ ആധാർ നമ്പർ നമ്മളിവിടെ എൻ്റർ ചെയ്തിട്ട് വെരിഫൈ യൂസിങ് ആധാർ ക്ലിക്ക് ചെയ്യണം. ഇനി ആധാർ ഇല്ലാത്തവർക്കുള്ള കാര്യം നമുക്ക് പിന്നീട് പറയാം. അപ്പോൾ ആദ്യം ആധാർ ഉള്ളവരുടെ കേസ് നമുക്ക് നോക്കാം. ഓൾറൈറ്റ്. അപ്പോൾ നമ്മളിവിടെ എന്ത് ചെയ്തു? ആധാർ നമ്പർ എൻ്റർ ചെയ്തു, വെരിഫൈ യൂസിങ് ആധാർ എന്ന് ക്ലിക്ക് ചെയ്തു. അപ്പോൾ നമുക്ക് ഇങ്ങനെ ഒരു ഇന്റർഫേസ് കാണാം. അപ്പോൾ നിങ്ങളുടെ ഡീറ്റെയിൽസ് ആസ് പെർ ആധാറിൽ ഡിഫറെൻ്റ് ആണെങ്കിൽ എന്ത് ചെയ്യുക? ആസ് പെർ ആധാർ ഫുൾ നെയിം, ഡേറ്റ് ഓഫ് ബർത്ത്, ജെൻഡർ കാര്യങ്ങൾ സെലക്ട് ചെയ്യുക. ഇനി രണ്ടും സെയിം ആണ്, നമ്മുടെ 10th ഇവിടെയും സെയിം ആണെങ്കിൽ ഈ ഒരു ബട്ടൺ ടിക്ക് ഇട്ട് കൊടുത്താൽ മതി, റൈറ്റ്? അപ്പോൾ നമ്മൾ എന്ത് ചെയ്യണം? എൻ്റെ കേസിൽ രണ്ടും സെയിം ആയതുകൊണ്ട് ഞാൻ ഇവിടെ ടിക്ക് ചെയ്തു. അതുപോലെ തന്നെ ഐ ഹോൾഡർ ഓഫ് ദ ആധാർ നമ്പർ ഹിയർ ബൈ വളണ്ടിയർലി ഗിവ് മൈ കൺസെന്റ് ടു RRB എക്സെട്ര എക്സെട്ര. ഇത് നമ്മൾ എന്ത് ചെയ്തു? ക്ലിക്ക് ചെയ്തു. ദെൻ വെരിഫൈ എന്നുള്ള ബട്ടൺ ക്ലിക്ക് ചെയ്യുക. ഓക്കെ അല്ലേ? അപ്പോൾ നമ്മൾ വെരിഫൈ എന്നുള്ള ബട്ടൺ എന്ത് ചെയ്യണം? ഇവിടെ ക്ലിക്ക് ചെയ്യാണ്, റൈറ്റ്? അപ്പോൾ വെരിഫൈ എന്ന് ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ ഇവിടെ എന്ത് കാണും? ആധാർ വെരിഫൈഡ് എന്ന് പറയുന്ന ഇങ്ങനെ ഗ്രീൻ കളറിൽ നമുക്ക് കാണും. ദാറ്റ് മീൻസ് വാട്ട്? ആധാർ വെരിഫിക്കേഷൻ കംപ്ലീറ്റ് ആയി. ഇനി നമ്മൾ ഓൾറെഡി പറഞ്ഞു ആധാർ ഉള്ളവരുടെ കേസാണിത്. സോ വാട്ട് ഹാപ്പൻസ് ഇഫ് യു ഡോണ്ട് ഹാവ് വാട്ട്? ആധാർ കാർഡ് ഇല്ലെങ്കിൽ, ഐ ഡു നോട്ട് ഹാവ് ആധാർ കാർഡ് ആണ്, അതായത് ആധാർ കാർഡ് ഇല്ലെങ്കിൽ, ആൻഡ് ദാറ്റ്സ് വാട്ട് റയർ ചാൻസ് ആണ്, ബട്ട് സ്റ്റിൽ ഇല്ലെങ്കിൽ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും? വേറെ ഡോക്യുമെന്റ്സ് യൂസ് ചെയ്തിട്ട് വെരിഫൈ ചെയ്യാൻ പറ്റും. അപ്പോൾ നമ്മളിവിടെ ഐ ഡു നോട്ട് ഹാവ് ആധാർ കാർഡ് ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ യു വിൽ ഗെറ്റ് വാട്ട്? ഇങ്ങനെ ഒരു ഇന്റർഫേസ് കാണാം. അപ്പോൾ അവിടെയുള്ള ഏതാണോ നിങ്ങളുടെ കയ്യിലുള്ള പ്രൂഫ് അതിന്റെ ഡീറ്റെയിൽസ് എൻ്റർ ചെയ്തിട്ട് ഡോക്യുമെന്റ് നമ്പറും പ്ലേസ് ഓഫ് ഇഷ്യൂ റെസ്റ്റ് ഓഫ് ദി ഡീറ്റെയിൽസ് ഫിൽ ഇൻ ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് നമ്മുടെ ഐഡന്റിഫിക്കേഷൻ വെരിഫൈ ചെയ്യാൻ സാധിക്കും. അപ്പോൾ ഇതിൽ ഏതാണോ നിങ്ങൾക്കുള്ളത് അക്കോർഡിംഗ് ടു ദാറ്റ് നിങ്ങൾക്ക് ഇത് വെരിഫൈ ചെയ്യാം, റൈറ്റ്? അപ്പോൾ ഇതിന് താഴെ നമുക്ക് നമ്മുടെ ഇമെയിൽ അഡ്രസ്സും അതുപോലെ തന്നെ മൊബൈൽ നമ്പറും വെരിഫൈ ചെയ്യാനുള്ള ഓപ്ഷൻ വരും നമ്മൾ സ്ക്രോൾ ഡൗൺ ചെയ്യുമ്പോൾ. അപ്പോൾ ഇവിടെ ഇമെയിൽ അഡ്രസ്സ് നമ്മൾ എൻ്റർ ചെയ്ത് കൊടുക്കുക കൃത്യമായിട്ട്. അതുപോലെ മൊബൈൽ നമ്പറും ഇമെയിൽ അഡ്രസ്സും നിങ്ങളുടെ പേഴ്സണൽ എൻ്റർ ചെയ്ത് കൊടുക്കുക. മാറ്റില്ല എന്ന് ഉറപ്പുള്ളത്. അപ്പോൾ അറ്റ്ലീസ്റ്റ് ഈ ഒരു എൻറ്റയർ പ്രോസസ്സ് കംപ്ലീറ്റ് ചെയ്യുന്നത് വരെ നിങ്ങൾ ഈ കാര്യങ്ങൾ മാറ്റരുത്. ബിക്കോസ് ഫർദർ കമ്മ്യൂണിക്കേഷൻ എല്ലാം ത്രൂ ദീസ് ചാനൽസ് ആയിരിക്കും. അപ്പോൾ നിങ്ങൾ കൃത്യമായിട്ട് മാറ്റില്ല എന്ന് ഉറപ്പുള്ള മെയിൽ ഐ ഡിയും അതുപോലെ മൊബൈൽ നമ്പറും ഇവിടെ കൊടുക്കുക. അപ്പോൾ ഇമെയിൽ ഐ ഡി എൻ്റർ ചെയ്തിട്ട് ജനറേറ്റ് ഇമെയിൽ OTP എന്ന് പറഞ്ഞാൽ ആ മെയിലിലോട്ട് നമ്മുടെ OTP വരും. അതിവിടെ എൻ്റർ ചെയ്ത് കൊടുക്കുക. മൊബൈൽ നമ്പർ എൻ്റർ ചെയ്യുക. ജനറേറ്റ് OTP എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ മൊബൈലിലോട്ടും ടെക്സ്റ്റ് മെസ്സേജസ് ആയിട്ട് OTP വരും. അത് രണ്ടും ഇവിടെ നമ്മൾ എൻ്റർ ചെയ്ത് കൊടുത്തിട്ടുണ്ട്, റൈറ്റ്? അപ്പോൾ അതിനുശേഷം തൊട്ട് താഴെ ക്രിയേറ്റ് യുവർ പാസ്വേഡ് എന്നുള്ള ഓപ്ഷൻ ആണ്. അപ്പോൾ പാസ്വേഡ് 8 മുതൽ 16 ക്യാരക്ടേഴ്സ് ആണ് വേണ്ടതെന്ന് പറയുന്നുണ്ട്. അതിൽ ക്യാപിറ്റൽ ലെറ്റേഴ്സ് ഉണ്ടായിരിക്കണം, സ്മോൾ ലെറ്റർ ഉണ്ടായിരിക്കണം, പിന്നെന്താ സ്പെഷ്യൽ ക്യാരക്ടേഴ്സ് ഉണ്ടായിരിക്കണം, നമ്പേഴ്സ് ഉണ്ടായിരിക്കണം. അപ്പോൾ പേരിൻ്റെ ആദ്യത്തെ അക്ഷരം ക്യാപിറ്റൽ ആക്കുക, ഒരു @ കൊടുക്കുക, ഇയർ ഓഫ് ബർത്തും കൊടുത്ത സെറ്റാണ്. അത് അഗൈൻ രണ്ടിലും കൺഫേം ചെയ്തു, റൈറ്റ്? അപ്പോൾ കൺഫർമേഷൻ കഴിഞ്ഞ് കഴിഞ്ഞാൽ അതിന് തൊട്ട് താഴെ എൻ്റർ ക്യാപ്ച എന്നുള്ളത് കാണും. സോ ഇതെല്ലാം ഒറ്റ പേജിൽ കാണുന്നതാണ്. നമ്മൾ സ്ക്രോൾ ഡൗൺ ചെയ്യുമ്പോൾ ഞാൻ ഡിഫറൻറ്റ് സ്ലൈഡ്സ് ആയിട്ട് കാണിച്ചതേ ഉള്ളൂ. ബിക്കോസ് ആരും ഒരു മിസ്റ്റേക്കും വരുത്തരുത് എന്നുള്ളത് കൊണ്ടാണ്, റൈറ്റ്? അപ്പോൾ നമ്മൾ എൻ്റർ ക്യാപ്ച കോഡ് ഇവിടെ എൻ്റർ ചെയ്തു. ദെൻ പ്രിവ്യൂ ആൻഡ് ക്രിയേറ്റ് ആൻ അക്കൗണ്ട് എന്ന് പറയുന്ന ഈ ബട്ടൺ ക്ലിക്ക് ചെയ്യുക. സോ ഈ ഒരു പർട്ടിക്കുലർ ബട്ടൺ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ എന്ത് നമുക്ക് കാണാം? ഇതുപോലൊരു ഓപ്ഷൻ കാണും. അപ്പോൾ ഇവിടെ കൃത്യമായിട്ട് നിങ്ങൾക്ക് എന്ത് ചെയ്യുക? എല്ലാം പ്രോപ്പർ ആണ്. ബിക്കോസ് വി കനോട്ട് എഡിറ്റ് ദിസ്. ഓക്കെ, അപ്പോൾ എല്ലാം ഒന്നുകൂടെ വെരിഫൈ ചെയ്യാം. എല്ലാം ഓക്കെ ആണെങ്കിൽ ഐ ഹാവ് റീചെക്ക് ദ എബോവ് ഡീറ്റെയിൽസ് ആൻഡ് ഫൗണ്ട് കറക്റ്റ് എന്ന് കൊടുക്കുക. ഓർ എൽസ് എഡിറ്റ് ചെയ്യുക. അപ്പോൾ എഡിറ്റ് ചെയ്ത് എല്ലാം ഓക്കെ ആയി സെറ്റ് ആയതിനു ശേഷം മാത്രം ഇത് ഈ ഒരു ബോക്സ് ക്ലിക്ക് ചെയ്തതിന് ശേഷം ക്രിയേറ്റ് ആൻ അക്കൗണ്ട് എന്ന് പറയുന്ന ബട്ടൺ ക്ലിക്ക് ചെയ്യുക. സോ ക്രിയേറ്റ് ആൻ അക്കൗണ്ട് ബട്ടൺ ക്ലിക്ക് ചെയ്യുമ്പോൾ എന്ത് വരും? ഇതുപോലൊരു ഡയലോഗ് ബോക്സിൽ ഒരു പെർട്ടിക്കുലർ ഇൻഫർമേഷൻ ഉണ്ട്. എന്താ? ഡീറ്റെയിൽസ് ഫിൽഡ് ഓൺ ദ ക്രിയേറ്റ് ആൻ അക്കൗണ്ട് ഫോം ഇൻക്ലൂഡിംഗ് ഇമെയിൽ അഡ്രസ് ആൻഡ് മൊബൈൽ നമ്പർ cannot be modified at any stage of recruitment process. So കൃത്യമായിട്ട് വെരിഫൈ ചെയ്യുക, ഒന്നും മാറരുത്. ഓക്കെ, ദെൻ പ്രൊസീഡ് കൊടുത്തു കഴിഞ്ഞാൽ യെസ് വി ഹാവ്
ക്രിയേറ്റഡ് ദ അക്കൗണ്ട്. അപ്പോൾ നമ്മൾ അക്കൗണ്ട് ക്രിയേറ്റ് ചെയ്തു എന്നായി. അപ്പോൾ അത് കഴിഞ്ഞാൽ നമ്മളെ അവരെ ഓട്ടോമാറ്റിക്കലി റീഡയറക്ട് ചെയ്യുന്നത് ഈ ഒരു പേജിലോട്ടാണ്. ബട്ട് നമ്മുടെ മെയിലിലോട്ടും നമ്മുടെ ഫോണിലോട്ടും എന്ത് വരും? മെസ്സേജസ് വരും. ലൈക്ക് നമ്മൾ അക്കൗണ്ട് ക്രിയേറ്റ് ചെയ്തു. സോ മെയിലിലും വരും നമുക്ക് ടെക്സ്റ്റ് മെസ്സേജ് ആയിട്ടും കൃത്യമായിട്ട് നിങ്ങൾ അക്കൗണ്ട് ക്രിയേറ്റ് ചെയ്തു എന്നുള്ള നോട്ടിഫിക്കേഷൻ വരും. റൈറ്റ്. അപ്പോൾ ഇപ്പോൾ എന്തായി? എല്ലാവരും അപ്ലൈ ചെയ്തു എന്ന്, ഐ മീൻ ക്രിയേറ്റ് ചെയ്തു എന്നായി. റൈറ്റ്. അപ്പോൾ ഓൾറെഡി ക്രിയേറ്റ് ചെയ്തവർക്ക് ഓൾറെഡി ലോഗിൻ ക്രെഡൻഷ്യൽസ് ഉണ്ട്. ഇപ്പോൾ ചെയ്തവർക്ക് ഇപ്പോഴും കാര്യങ്ങൾ സെറ്റാണ്. ഇനി നമ്മൾ എന്ത് ചെയ്യണം? ഈ പെർട്ടിക്കുലർ എക്സാമിന് അപ്ലൈ ചെയ്യണം. റൈറ്റ്. യെസ്. അപ്പോൾ അതിന് വേണ്ടിയിട്ട് നമ്മൾ ഓൾറെഡി ഹാവ് ആൻ അക്കൗണ്ട് ക്ലിക്ക് ചെയ്താലും ഈ ഒരു ഇന്റർഫേസിലോട്ടാണ് നമ്മളെ റീഡയറക്ട് ചെയ്യുക. അപ്പോൾ ഇവിടെ സൈൻ ഇൻ ടു അക്കൗണ്ട് എന്ന് ചോദിച്ചിട്ട് സോ മൊബൈൽ നമ്പർ അല്ലെങ്കിൽ ഇമെയിൽ അഡ്രസ്സ് കൊടുക്കുക, പാസ്വേഡ് കൊടുക്കുക, നമ്മുടെ ക്യാപ്ച അതുപോലെ എൻ്റർ ചെയ്യുക. എന്നിട്ട് ലോഗിൻ എന്ന് കൊടുത്തു കഴിഞ്ഞാൽ ഈ ഒരു പേജിലോട്ട് നമ്മൾ പോകും. സോ അവിടെ ഓൺലൈൻ ആപ്ലിക്കേഷൻ എന്ന് കാണുന്നുണ്ട്, അത് ക്ലിക്ക് ചെയ്യുക. ഇഫ് യു വാണ്ട് യു ക്യാൻ ലിങ്ക് യുവർ അക്കൗണ്ട് വിത്ത് ഡിജി ലോക്കർ. അപ്പോൾ നമുക്ക് അവിടെ ആക്സസ് ചെയ്യാൻ പറ്റും, ബട്ട് നോട്ട് റിക്വയർഡ്. ഓൺലൈൻ ആപ്ലിക്കേഷൻ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ നമ്മളെ ഈ ഒരു പേജിലോട്ട് അവർ റീഡയറക്ട് ചെയ്യും. അപ്പോൾ അവിടെ നമുക്ക് കൃത്യമായിട്ട് 2 നോട്ടിഫിക്കേഷൻസ് കാണുന്നുണ്ട്. ദാറ്റ് ഇസ് ഫോർ വാട്ട്? അണ്ടർ ഗ്രാജുവേറ്റ് പോസ്റ്റ്, അതുപോലെ തന്നെ ഗ്രാജുവേറ്റ് പോസ്റ്റിന്. അപ്പോൾ നമ്മളിവിടെ ഓർത്ത് വെക്കേണ്ട കാര്യം എന്ന് പറയുന്നത് ക്ലോസിംഗ് ഡേറ്റ് ആണ്. അപ്പോൾ അണ്ടർ ഗ്രാജുവേറ്റ് പോസ്റ്റിന്റെ ക്ലോസിംഗ് ഡേറ്റ് എന്ന് പറയുന്നത് 20/10/2024 ആണ്. വേറെസ് ഗ്രാജുവേറ്റ് പോസ്റ്റിന്റെ ക്ലോസിംഗ് ഡേറ്റ് എന്ന് പറയുന്നത് 13/10/2024 ആണ്. സോ ഇനി ആരും വൈകിക്കണ്ട, പെട്ടെന്ന് തന്നെ അപ്ലൈ ചെയ്യാം. 2നും അപ്ലൈ ചെയ്യേണ്ടവർക്ക് 2നും അപ്ലൈ ചെയ്യാം. അല്ല ഇത് മാത്രം മതിയുള്ളവർക്ക് ഇത് മാത്രം, ഏതാണോ നിങ്ങളുടെ ഇഷ്ടം അത് നിങ്ങൾ അപ്ലൈ ചെയ്യുക. അപ്പോൾ ഇവിടെ ഞാനിവിടെ കാണിക്കുന്നത് ഗ്രാജുവേറ്റ് പോസ്റ്റിലോട്ട് എങ്ങനെ അപ്ലൈ ചെയ്യാം, എല്ലാം സെയിം ആണ്. അപ്പോൾ ഞാൻ ഇവിടെ ഇത് കാണിക്കാം. അപ്പോൾ നമ്മൾ ചെക്ക് ചെയ്യേണ്ട കാര്യം എന്താ? ഏത് സോണിലോട്ട് വേണം അല്ലെങ്കിൽ ഏത് RRB ആണെന്ന് ആദ്യമേ ഫിക്സ് ചെയ്യുക. അത് നമ്മളിവിടെ സെലക്ട് ചെയ്യണം. അപ്പോൾ അത് ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് ഓപ്ഷൻസ് വരും. ഏതൊക്കെ RRBs ആണ് അവൈലബിൾ, അല്ലെങ്കിൽ ഏതാണ് നിങ്ങളുടെ ചോയ്സ്, അല്ലെങ്കിൽ നിങ്ങൾക്ക് ഇഷ്ടം ഏതാണ്, നിങ്ങൾക്ക് എവിടെ വർക്ക് ചെയ്യണം. അപ്പം നിങ്ങൾ സോൺ ചൂസ് ചെയ്യേണ്ടത് എങ്ങനെയായിരിക്കണം, എവിടെ നിങ്ങൾ വർക്ക് ചെയ്യണം. ബിക്കോസ് നമ്മൾ ബാക്കിയുള്ള കാലം അവിടെ വേണം താമസിക്കാൻ. റൈറ്റ്. ഓഫ് കോഴ്സ് ട്രാൻസ്ഫറും കാര്യങ്ങളൊക്കെ ഉണ്ട്, ബട്ട് സ്റ്റിൽ നിങ്ങളുടെ ഏതാണ് ഇഷ്ടപ്പെട്ട ലൊക്കേഷൻ അവിടെ വേണം അപ്ലൈ ചെയ്യാൻ. റാദർ ദാൻ ഗോയിങ് ഫോർ വാട്ട് വേക്കൻസി, ലൈക്ക് വേക്കൻസി കൂടുതൽ അതിനേക്കാളും വാട്ട് ഹീറോയിസം എന്ന് പറയുന്നത് എന്താ? ഇഷ്ടമുള്ള അവിടെ നമ്മൾ അപ്ലൈ ചെയ്യുക, വർക്ക് ചെയ്യുക, നേടിയെടുക്കുക. റൈറ്റ്. യെസ്, അത് എൻ്റെ ചോയ്സാണ്. നിങ്ങൾക്ക് നിങ്ങളുടേതായ കാഴ്ചപ്പാടുകളുണ്ടാവും. സോ അക്കോർഡിംഗ് ടു ദാറ്റ് നിങ്ങൾക്ക് ചൂസ് ചെയ്യാം. ഞാൻ ചുമ്മാ പറഞ്ഞു എന്നേ ഉള്ളൂ. റൈറ്റ്. യെസ്. അപ്പോൾ നമ്മൾ എന്ത് ചെയ്യാണ്? ഞാനിവിടെ തിരുവനന്തപുരം ഒന്ന് സെലക്ട് ചെയ്തു. സോ ഐ എം നോട്ട് കറന്റ് ഡിബാർഡ് ബൈ എനി RRB ഓർ RRC. അപ്പോൾ നമ്മൾ ഡിബാർ ചെയ്യപ്പെട്ടിട്ടില്ല. അപ്പോൾ അതും ക്ലിക്ക് ചെയ്തു. അതിനുശേഷം നെക്സ്റ്റ് എന്ന ബട്ടൺ ക്ലിക്ക് ചെയ്യാം. സോ വെൻ യു ക്ലിക്ക് നെക്സ്റ്റ് എന്ന് നമുക്ക് എന്ത് കിട്ടും? ഇങ്ങനെ ഒരു പേജ് കാണാം. റൈറ്റ്. സോ ദിസ് ഡേറ്റ ഈസ് ഫെച്ച് ഫ്രം യുവർ പ്രീവിയസ് സേവ് ഡാറ്റ. അപ്പോൾ നമ്മൾ ഓൾറെഡി അക്കൗണ്ട് ക്രിയേഷൻ ടൈമിൽ കുറച്ച് ഡാറ്റ ഫിൽ ഇൻ ചെയ്തിട്ടുണ്ട്, അതിവിടെ കാണാം. അത് കൂടാതെയുള്ള ഡീറ്റെയിൽസ് നമ്മളിവിടെ ഫില്ല് ചെയ്യണം. നമ്മുടെ വാട്ട് മാരിറ്റൽ സ്റ്റാറ്റസ്, അതുപോലെ തന്നെ റിലീജിയൻ, അതുപോലെ മദർ ടങ്ക്, അല്ലെങ്കിൽ ഏത് ഭാഷയിൽ നമുക്ക് എക്സാം എഴുതണം, നമ്മുടെ ഐഡന്റിഫിക്കേഷൻ മാർക്ക് തുടങ്ങിയ കാര്യങ്ങൾ നമ്മൾ ഇതുപോലെ ഇവിടെ ഫിൽ ഇൻ ചെയ്ത് കൊടുക്കാം. റൈറ്റ്. അപ്പോൾ നിങ്ങൾക്ക് ചോയ്സ് ഓഫ് ലാംഗ്വേജ് ഓഫ് എക്സാമിനേഷൻ ഏത് വേണം, ഇംഗ്ലീഷ് വേണോ, മലയാളം വേണോ, അല്ല തമിഴ് വേണോ, എന്ത് വേണം നിങ്ങൾക്ക് ചൂസ് ചെയ്യാം. അത് നിങ്ങൾ സെലക്ട് ചെയ്യുക. നമ്മുടെ മദർ ടങ്ങും കാര്യങ്ങൾ സെലക്ട് ചെയ്യുക. പെർമനന്റ് വിസിബിൾ മാർക്ക് ഫോർ ഐഡന്റിഫിക്കേഷൻ. സോ അത് നിങ്ങൾക്ക് ഓൾറെഡി 10th സർട്ടിഫിക്കറ്റിൽ കാണാം, അത് കൊടുക്കാം. അല്ലെങ്കിൽ എന്ത് വേണമെങ്കിലും കൊടുക്കാം, നമുക്കത് കൃത്യമായിട്ട് ഉണ്ടായിരിക്കണം. സോ ഈ കാര്യങ്ങളൊക്കെ കൊടുത്തു കഴിഞ്ഞാൽ നമുക്ക് എന്ത് വരും? കമ്മ്യൂണിറ്റി ഡീറ്റെയിൽസ് ആണ് ഇനി തൊട്ട് താഴെ നമുക്ക് കാണാം. സോ കമ്മ്യൂണിറ്റി ഡീറ്റെയിൽസ് നമ്മൾ എന്ത് ചെയ്യണം? ഇവിടെ ഫിൽ ഇൻ ചെയ്യണം. അപ്പോൾ UR ആണെങ്കിൽ ഒരു ഡോക്യുമെന്റ് നമ്പറും ഒന്നും കൊടുക്കാനില്ല, ജസ്റ്റ് അത് സെലക്ട് ചെയ്താൽ മതി. SC ആണെങ്കിലും ST ആണെങ്കിലും OBC ആണെങ്കിലും ഒന്നും അപ്ലോഡ് ചെയ്യാനില്ല, ബട്ട് കുറച്ച് ഡീറ്റെയിൽസ് കൊടുക്കാനുണ്ട്. EWS ആണെങ്കിലും സർട്ടിഫിക്കറ്റ് ഡീറ്റെയിൽസ് നമുക്ക് കൊടുക്കാനുണ്ട്. സോ ഓരോ കേസിലും എങ്ങനെയാണ് നമുക്ക് നോക്കാം. ആൻഡ് അൺറിസർവ്ഡ് ആണെങ്കിൽ നോ നീഡ് ടു സബ്മിറ്റ് എനിത്തിങ് ഓർ ഒന്നുമില്ല, ജസ്റ്റ് അത് ക്ലിക്ക് ചെയ്താൽ മതി. ബട്ട് ഇഫ് യു ആർ ഫ്രം SC ആണെങ്കിൽ നമ്മൾ എന്ത് ചെയ്യാം? ആ ഒരു ഡോക്യുമെന്റ് കാര്യങ്ങൾ വേണം. അതിനു മുമ്പ് നിങ്ങൾ ആലോചിക്കേണ്ട കാര്യം അല്ലെങ്കിൽ മനസ്സിലാക്കേണ്ട കാര്യം എന്ന് പറയുന്നത് ഓൺലി ദോസ് കമ്മ്യൂണിറ്റീസ് വിച്ച് ആർ റെക്കഗ്നൈസ്ഡ് ബൈ ദ സെൻട്രൽ ഗവൺമെന്റ് ഓഫ് ഇന്ത്യ ആസ് SC ST ആൻഡ് OBC നോൺ ക്രീമി ലെയർ ആർ എലിജിബിൾ ഫോർ റിസർവേഷൻ ഇൻ റിക്രൂട്ട്മെന്റ് ഇൻ ഇന്ത്യൻ റെയിൽവേസ്. ഓക്കെ. അപ്പോൾ കൃത്യമായിട്ട് പ്രോപ്പർ ആയിട്ടുള്ള സർട്ടിഫിക്കറ്റ് വേണം, അവർ അംഗീകരിക്കുന്ന സർട്ടിഫിക്കറ്റ് വേണം, അത്രേ ഉള്ളൂ, വേറെ ഒന്നുമില്ല. റൈറ്റ്. എ പേഴ്സൺ സീക്കിംഗ് അപ്പോയിന്റ്മെന്റ് ഓൺ ദ ബേസിസ് ഓഫ് റിസർവേഷൻ ടു OBC NCL must ensure that he possesses the caste or community certificate and does not fall in creamy layer on the closing date for submission of application. അപ്പോൾ നമ്മൾ നോക്കേണ്ട കാര്യം ലാസ്റ്റ് ഡേറ്റിന് മുമ്പ് വാലിഡ് ആയിട്ടുള്ള സർട്ടിഫിക്കറ്റ് ആണെങ്കിൽ മാത്രമാണ് നമ്മൾ എന്താ എലിജിബിൾ ആവുള്ളൂ. അത് കൃത്യമായിട്ട് നിങ്ങൾ ശ്രദ്ധിക്കുക. റൈറ്റ്. യെസ്. ഇനി നമ്മൾ ഓരോ കേസ് നോക്കാം. സോ ഇഫ് യു സെലക്ട് SC കാൻഡിഡേറ്റ് ആണെങ്കിൽ അത് സെലക്ട് ചെയ്ത് കഴിഞ്ഞാൽ നെയിം ഓഫ് ദ കാസ്റ്റ്, അതുപോലെ സർട്ടിഫിക്കറ്റ് നമ്പർ, ഇഷ്യൂയിങ് അതോറിറ്റി തുടങ്ങിയ ഡീറ്റെയിൽസ് ഫിൽ ഇൻ ചെയ്യുക. ദെൻ അപ്ലോഡ് ഡോക്യുമെന്റ് എന്ന് പറയുന്ന ഓപ്ഷൻ ഉണ്ട്. സോ ദാറ്റ് ഇസ് വെരി ഇമ്പോർട്ടൻറ്റ് ഓൾസോ.
കണ്ടില്ല റെഡ് കളർ, ദാറ്റ് മീൻസ് അത് അപ്ലോഡ് ചെയ്തേ പറ്റൂ. അപ്പോൾ നമ്മൾ ആ ഡോക്യുമെന്റ് സൈസ് മാക്സിമം സൈസ് 500 KB ആണ്. നമുക്കത് റീസൈസ് ചെയ്യാൻ പറ്റും. അഗൈൻ ഗൂഗിളിൽ തന്നെ നമുക്ക് PDF സൈസ് റെഡ്യൂസറിനോ റീസൈസറിനോ ഒക്കെ കൊടുത്തു കഴിഞ്ഞാൽ കിട്ടും, അല്ലെങ്കിൽ തന്നെ നമുക്കത് കിട്ടും. സോ 500 താഴെ ആയിരിക്കണം, മാക്സിമം 500 ആണ് KB ആണ് അതിൻ്റെ സൈസ്. സോ ആ പ്രോപ്പർ ഞാൻ ആദ്യം അവിടെ പറയാൻ വിട്ടു, ബട്ട് സ്റ്റിൽ യു നോ റൈറ്റ്. അപ്പോൾ നമ്മളിത് സെറ്റാക്കി വെക്കാം, ഓക്കെ അല്ലേ? എന്നിട്ട് അത് അപ്ലോഡ് ചെയ്യുക. ഇത് നിങ്ങൾ ST ആണെങ്കിലും യു ഹാവ് ടു ഡു വാട്ട് ഗോ ത്രൂ ദ സെയിം പ്രോസസ്. നമുക്ക് അപ്ലോഡ് ചെയ്യേണ്ട ആവശ്യമുണ്ട്. സോ കൃത്യമായിട്ട് നോക്കുക, ഓക്കെ റൈറ്റ്. ഇനി നിങ്ങൾ OBC കാൻഡിഡേറ്റ് ആണെങ്കിൽ അവർ ചോദിക്കും ഡു യു കം അണ്ടർ OBC നോൺ ക്രീമി ലെയർ. സോ yes or no കൊടുക്കുക. അതിനുശേഷം സർട്ടിഫിക്കറ്റ് നമ്പർ, ഇഷ്യൂയിങ് അതോറിറ്റി, ഡേറ്റ് ഓഫ് ഇഷ്യൂ എന്നുള്ള കാര്യങ്ങൾ ഫിൽ ഇൻ ചെയ്യുക. ഇവിടെ നമുക്ക് അപ്ലോഡ് ചെയ്യാനൊന്നുമില്ല, ബട്ട് ഡീറ്റെയിൽസ് വേണം, കാര്യങ്ങൾ വേണം. ഓൾസോ നമ്മുടെ ലാസ്റ്റ് ഡേറ്റിന് മുമ്പ് വാലിഡ് ആയിട്ടുള്ള സർട്ടിഫിക്കറ്റുകൾ ആയിരിക്കണം എന്നുള്ളത് ഓർക്കുക, റൈറ്റ്. ഇനി നിങ്ങൾ EWS ആണെങ്കിലും സർട്ടിഫിക്കറ്റ് നമ്പർ വേണം, ഇഷ്യൂയിങ് അതോറിറ്റി വേണം, ഡേറ്റ് ഓഫ് ഇഷ്യൂ വേണം. അപ്പോൾ അത് കൃത്യമായിട്ട് ഡാറ്റ ഫിൽ ഇൻ ചെയ്ത് കൊടുക്കുക, റൈറ്റ്. അപ്പോൾ നമ്മുടെ കമ്മ്യൂണിറ്റി ഡീറ്റെയിൽസ് കഴിഞ്ഞു. ഇനി നമ്മുടെ അഡ്രസ്സും കാര്യങ്ങളാണ്. സോ നമ്മുടെ പ്രസന്റ് അഡ്രസ്സ് എവിടെയാണ്? സോ സ്റ്റേറ്റ്, ഡിസ്ട്രിക്ട്, അതുപോലെ അഡ്രസ്സ്, വില്ലേജ്, ടൗൺ, സിറ്റി, പിൻകോഡ് കാര്യങ്ങളെല്ലാം സെറ്റ് ചെയ്ത് കൊടുക്കുക. നൗ പെർമനന്റ് അഡ്രസ്സും പോസ്റ്റൽ അഡ്രസ്സും സെയിം ആണെങ്കിൽ, പോസ്റ്റൽ അഡ്രസ്സ് എന്ന് പറയുന്നത് കമ്മ്യൂണിക്കേഷനാണ്, ലൈക്ക് നമ്മുടെ അപ്പോയിൻമെന്റ് ലെറ്ററും കാര്യങ്ങളൊക്കെ അയക്കുന്നത് ഉള്ള കമ്മ്യൂണിക്കേഷന് വേണ്ടിയിട്ടാണ്. അത് രണ്ടും സെയിം ആണെങ്കിൽ ഇത് ക്ലിക്ക് ചെയ്യുക, ഡിഫറെന്റ് ആണെങ്കിൽ അക്കോർഡിംഗ് ടു ദാറ്റ് നിങ്ങൾ ഫിൽ ഇൻ ചെയ്യുക. എന്നിട്ട് ഇവിടെ സേവ് എന്ന് പറയുന്നത് ക്ലിക്ക് ചെയ്യുക. സേവ് ചെയ്താൽ മാത്രമാണ് സേവ് ആവുക. സേവ് ചെയ്തതിന് ശേഷം എന്ത് ചെയ്യാം? നെക്സ്റ്റ് എൻ്റർ ചെയ്യുക. അപ്പോൾ നമ്മുടെ പേഴ്സണൽ ഡീറ്റെയിൽസ് ഫസ്റ്റ് ഇതിലുള്ളതെല്ലാം കഴിഞ്ഞു, റൈറ്റ്. ഇനി നമുക്ക് കുറച്ച് കാറ്റഗറി ഡീറ്റെയിൽസ് ഫിൽ ചെയ്യാനുണ്ട്, അതുപോലെ തന്നെ നമ്മുടെ സ്ക്രൈബ് ഡീറ്റെയിൽസ് ഫിൽ ചെയ്യാനുണ്ട്. സോ കാറ്റഗറി ഡീറ്റെയിൽസ് എന്ന് പറയുമ്പോൾ അവർ ചോദിക്കും ആർ യു എൻ എക്സ് സർവീസ് മാൻ? അപ്പോൾ yes or no എന്നുള്ള കാര്യങ്ങൾ കൊടുക്കുക. അതുപോലെ പേഴ്സൺ വിത്ത് ബെഞ്ച് മാർക്ക് ഡിസബിലിറ്റി PWBD, യു നോ ദാറ്റ് റൈറ്റ്. അപ്പോൾ അത് yes or no എന്നുള്ള കാര്യങ്ങൾ കൊടുക്കുക. സ്ക്രൈബ് ഡീറ്റെയിൽസ്, അതായത് ചില ആൾക്കാർക്ക് സഹായികളുടെ ആവശ്യം ഉണ്ടാവും. സോ അങ്ങനെയുള്ളവരാണെങ്കിൽ ആ ഡീറ്റെയിൽസ് ഇവിടെ കൃത്യമായിട്ട് ഫിൽ ഇൻ ചെയ്ത് കൊടുക്കുക, റൈറ്റ്. യെസ്. ഇനി നമുക്ക് നെക്സ്റ്റ് പേജിലോട്ട് പോകുമ്പോൾ അല്ലെങ്കിൽ താഴെ സ്ക്രോൾ ചെയ്യുമ്പോൾ എക്കണോമിക്കലി ബാക്ക്വേർഡ് ക്ലാസ് ഡീറ്റെയിൽസ് നമ്മളിവിടെ കൊടുക്കാനുണ്ട്. അത് ഫീസിൻ്റെ കൺസെഷന് വേണ്ടിയിട്ടാണ്. അപ്പോൾ അവർ ചോദിക്കും ആർ യു എൻ EBC സർട്ടിഫിക്കറ്റ് ഹോൾഡർ? സോ yes or no കൊടുക്കുക. ഇഷ്യൂയിങ് അതോറിറ്റി എന്താണെന്നുള്ളത് കൊടുക്കുക. ഡു യു വിഷ് ടു അവൈൽ ഫ്രീ കൺസെഷൻ? yes or no കൊടുക്കുക. ഡേറ്റ് ഓഫ് ഇഷ്യൂ, സർട്ടിഫിക്കറ്റ് നമ്പർ ആൻഡ് സി അപ്ലോഡ് ഡോക്യുമെന്റ്. അഗൈൻ മാക്സിമം സൈസ് 500 KB തന്നെയാണ്. അപ്ലോഡ് ഡോക്യുമെന്റ് എന്നുള്ളത് കൊണ്ട് തന്നെ നിങ്ങളത് PDF ഫോർമാറ്റിലോട്ട് കൺവേർട്ട് ചെയ്തിരിക്കണം. അപ്ലോഡ് ചെയ്യേണ്ട ആവശ്യമുണ്ട്. ഫോട്ടോ ആയിട്ടല്ല, PDF ഫോർമാറ്റ് ആണ്. സോ അത് നിങ്ങൾ അപ്ലോഡ് ഡോക്യുമെന്റ് ക്ലിക്ക് ചെയ്യുക, അപ്ലോഡ് ചെയ്യുക ഫയൽ, ഓക്കെ റൈറ്റ്. യെസ്. പിന്നെ നമുക്ക് ഡീറ്റെയിൽസ് ഓഫ് സർവിംഗ് റെയിൽവേ അപ്ലിക്കൻറ്റ്. അപ്പോൾ നിങ്ങൾ ഓൾറെഡി റെയിൽവേയിൽ വർക്ക് ചെയ്യുന്ന ആൾക്കാരാണെങ്കിൽ നിങ്ങൾ എന്ത് ചെയ്യണം? ആർ യു എൻ എംപ്ലോയ് ഓഫ് ഇന്ത്യൻ റെയിൽവേ എന്ന് ചോദിക്കും. സോ yes or no കൊടുക്കുക. ഹാവ് യു അപ്ലൈഡ് ഫോർ NOC ഫ്രം ദ കൺട്രോളിംഗ് ഓഫീസർ? അതായത് നോൺ ഒബ്ജക്ഷൻ സർട്ടിഫിക്കറ്റിന് നിങ്ങൾ അപ്ലൈ ചെയ്തിട്ടുണ്ടോ? ആ ഡീറ്റെയിൽസ് കൊടുക്കുക. നിങ്ങളുടെ കാറ്റഗറി സോൺ കാര്യങ്ങളെല്ലാം കൊടുക്കുക, റൈറ്റ്. യെസ്. ഇനി നിങ്ങൾ വേറെ ഏതെങ്കിലും സെൻട്രൽ ഗവൺമെന്റിലാണ് വർക്ക് ചെയ്യുന്ന, ഒരു PSU ആണ് ഓർ സ്റ്റേറ്റ് ഗവൺമെന്റിലാണ് വർക്ക് ചെയ്യുന്നതെങ്കിൽ ആ ഡീറ്റെയിൽസ് നമുക്കിവിടെ സെലക്ട് ചെയ്യാം. സോ നെയിം ഓഫ് ദ കറന്റ് എംപ്ലോയ്മെന്റ് ഡീറ്റെയിൽസ് എക്സ്ക്ലൂഡിംഗ് റെയിൽവേ എംപ്ലോയീസ്. സോ നെയിം ഓഫ് ദ കറന്റ് ഡിപ്പാർട്ട്മെന്റ് ഓർഗനൈസേഷൻ കൊടുക്കുക. നെയിം ഓഫ് ദ ഓർഗനൈസേഷൻ ഫ്രം എത്ര ഡേറ്റ് മുതലാണ്, ആർ യു സ്റ്റിൽ വർക്കിംഗ്? yes or no കൊടുക്കുക. ഇനി നിങ്ങൾ എവിടെയും വർക്ക് ചെയ്യുന്നില്ല, പ്രൈവറ്റ് ആണെങ്കിൽ ഒന്നും ചെയ്യേണ്ട, നോട്ട് അപ്ലിക്കബിൾ എന്ന് കൊടുത്താൽ മതി. നോ ഇഷ്യൂസ് അറ്റ് ഓൾ. അപ്പോൾ നമ്മൾ നോട്ട് അപ്ലിക്കബിൾ എന്ന് കൊടുക്കുക, റൈറ്റ്. യെസ്. അതിനുശേഷം നമ്മൾ എന്ത് ചെയ്യണം? നമ്മൾ പറഞ്ഞു എക്സാം എഴുതി കഴിഞ്ഞാൽ നമുക്ക് കുറച്ച് പൈസ അവർ തിരിച്ച് നമ്മൾ അടച്ച പൈസയുടെ കുറച്ച് ഭാഗം നമുക്ക് തിരിച്ചു തരും. സോ അതിൻ്റെ അക്കൗണ്ട് ഹോൾഡറിന്റെ നെയിം കൊടുക്കുക, അക്കൗണ്ട് നമ്പർ കൊടുക്കുക, നമ്മുടെ IFSC കോഡ് കൊടുത്താൽ അക്കൗണ്ട് നമ്പർ കൺഫേം ചെയ്യാൻ നെയിം ഓഫ് ദ ബാങ്കും ബാങ്ക് അഡ്രസ്സും ഓട്ടോമാറ്റിക്കലി വരും. ഓൾറൈറ്റ്. സോ ഈ കാര്യങ്ങളൊക്കെ കൊടുത്തതിന് ശേഷം അഗെയിൻ സേവ് ചെയ്യുക. അതിനുശേഷം നെക്സ്റ്റ് ക്ലിക്ക് ചെയ്യുക. ഓൾറൈറ്റ്. യെസ്. പിന്നീട് നമുക്ക് എഡ്യൂക്കേഷണൽ ക്വാളിഫിക്കേഷൻസ് അല്ലെങ്കിൽ ആ ഡീറ്റെയിൽസ് ആണ് ഇവിടെ എൻ്റർ ചെയ്യേണ്ടത്. അപ്പോൾ നമ്മൾ ആദ്യം ക്വാളിഫിക്കേഷൻ 10th നിർബന്ധമായിട്ടും എല്ലാവരും ചെയ്യേണ്ട കാര്യമാണ്. അത് ഗ്രാജുവേറ്റ് ലെവൽ പോസ്റ്റ് ആയിക്കോട്ടെ, അണ്ടർ ഗ്രാജുവേറ്റ് ലെവൽ പോസ്റ്റ് ആയിക്കോട്ടെ. സോ മെട്രിക്കുലേഷൻ SSLC സെലക്ട് ചെയ്തു, സ്റ്റേറ്റ് കേരള, ഡിസ്ട്രിക്ട് കാര്യങ്ങൾ, ഡേറ്റ് ഓഫ് റിസൾട്ട് ഡിക്ലറേഷൻ. സോ ഡേറ്റ് നമ്മുടെ സർട്ടിഫിക്കറ്റിൽ യൂഷ്വലി ഇയറും മന്തും ആണ് ഉള്ളത്, റൈറ്റ്. അപ്പോൾ ഡേറ്റ് എന്ന് പറയുമ്പോൾ ആ മന്തിലെ റാൻഡം ആയിട്ട് ഏതെങ്കിലും ഡേ നമ്മൾ ഫിക്സ് ചെയ്യുക, കൊടുക്കുക, റോൾ നമ്പർ കൊടുക്കുക ആൻഡ് സി അപ്ലോഡ് the particular document. That means what? നമ്മൾ അപ്ലോഡ് ചെയ്യേണ്ട ആവശ്യമുണ്ട്. അതുകൊണ്ടാണ് നമ്മൾ ആദ്യമേ PDF ഫോർമാറ്റിലോട്ട് കൺവേർട്ട് ചെയ്യാൻ പറഞ്ഞത്, റൈറ്റ്. യെസ്. അപ്പോൾ നമ്മൾ അപ്ലോഡ് ചെയ്യുക, എന്നിട്ട് ആഡ് എന്ന് കൊടുത്താൽ മാത്രമാണ് ഇത് ആഡ് ആവുക. അപ്പോൾ നിങ്ങൾ ആഡ് എന്ന് കൊടുക്കുക, റൈറ്റ്. പിന്നെ നമ്മൾ ഗ്രാജുവേറ്റ് ലെവൽ പോസ്റ്റിലായതുകൊണ്ട് നമ്മുടെ ഡിഗ്രി ഡീറ്റെയിൽസ്, ക്വാളിഫിക്കേഷൻ, ഡിസിപ്ലിൻ, സബ്സ്ട്രീം, അതുപോലെ സ്റ്റേറ്റ്, ഡിസ്ട്രിക്ട്, കോളേജ് ഓർ യൂണിവേഴ്സിറ്റി, അതിൻ്റെ നെയിം എന്താണെന്ന് കൊടുക്കുക, ഡേറ്റ് ഓഫ് റിസൾട്ട് ഡിക്ലറേഷൻ എന്നുള്ള കാര്യങ്ങൾ കൊടുക്കുക. സോ ഇവിടെയും ഡേറ്റിൻ്റെ കേസിൽ റാൻഡം ആയിട്ടുള്ള ഡേ
എടുത്താൽ മതി ആ പെർട്ടിക്കുലർ മന്തും ഇയറിലും. റൈറ്റ്? യെസ്. പിന്നെ ചോദിക്കും, ഡു യു ഹാവ് ടൈപ്പിംഗ് പ്രൊഫഷൻസി ഇൻ ഇംഗ്ലീഷ് ഓർ ഹിന്ദി ഓൺ കമ്പ്യൂട്ടർ? ചില പോസ്റ്റിന് അത് ആവശ്യമുണ്ട്. സോ അക്കോർഡിംഗ് ടു ദാറ്റ് എസ് ഓറിന് കൊടുക്കുക, എസ് തന്നെ കൊടുക്കുക. ബിക്കോസ് നമുക്കത് വർക്ക് ചെയ്യാവുന്ന കാര്യമേ ഉള്ളൂ. ലൈക്ക് ഒരു മാസമൊക്കെ എടുത്തു കഴിഞ്ഞാൽ വി ക്യാൻ ഈസിലി മാസ്റ്റർ ഓൺ ദാറ്റ്. സോ നിങ്ങൾ എന്ത് ചെയ്യാം, അത് എസ് എന്ന് കൊടുക്കുക. റൈറ്റ്? അഗെയിൻ ആഡ് കൊടുത്തു. ഇനി ഫർദർ ഡീറ്റെയിൽസ് നിങ്ങൾക്ക് വേണമെങ്കിൽ നിങ്ങൾക്ക് കൊടുക്കാം, ഓറൽസ് യു ക്യാൻ നമുക്കിവിടെ നിർത്താം. അപ്പോൾ നിങ്ങൾക്ക് വേറെ ഡിഗ്രി ഉണ്ട്, ബാക്കി കാര്യങ്ങളൊക്കെ ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് അത് കൊടുക്കാൻ പറ്റും. അല്ലെങ്കിൽ എന്ത് ചെയ്യാം, നെക്സ്റ്റ് എന്ന് കൊടുക്കുക. ഇഫ് യു വാണ്ട് ടു ആഡ് അഗെയിൻ ആഡ് ചെയ്യാം, അല്ലെങ്കിൽ നെക്സ്റ്റ് എന്ന് കൊടുക്കുക. റൈറ്റ്? അപ്പോൾ ഞാനിവിടെ നെക്സ്റ്റ് എന്ന് കൊടുത്തു. അതിനുശേഷം നമുക്ക് നമ്മുടെ ഫോട്ടോയും അതുപോലെ തന്നെ സിഗ്നേച്ചറും അപ്ലോഡ് ചെയ്യേണ്ട കേസ് ഉണ്ട്. റൈറ്റ്? അപ്പോൾ ഇവിടെ ഫോട്ടോയിൻ്റെ കേസസ് കണ്ടീഷൻസും കാര്യങ്ങളൊക്കെ പറയുന്നുണ്ട്. ലൈക്ക് എന്തൊക്കെയാണെന്ന് നിർബന്ധമായിട്ടും ഫോളോ ചെയ്യുന്നത് ഞാൻ ഓൾറെഡി പറഞ്ഞു. വൈറ്റ് ബാക്ക്ഗ്രൗണ്ട് ആയിരിക്കണം, സ്പെക്ടക്കിൾസ് ഒക്കെ യൂസ് ചെയ്യാം, പ്രോപ്പറായിട്ട് ക്ലിയർ ആയിട്ട് നമുക്ക് കിട്ടുന്ന പോലെ ആയിരിക്കണം ഫോട്ടോ എടുക്കേണ്ടതെന്ന് പറയുന്നുണ്ട്. ഫോണിലൊക്കെ എടുക്കുമ്പോൾ ചിലപ്പോൾ മിസ്റ്റേക്സ് ഒക്കെ വരാം. സോ മേക്ക് ഷുവർ യു ആർ ടേക്കിംഗ് ഫോട്ടോ ഫ്രം സ്റ്റുഡിയോ എന്ന് എടുക്കുന്നതായിരിക്കും ബെറ്റർ ചോയ്സ്. റൈറ്റ്? അപ്പോൾ അതിൻ്റെ റെസൊല്യൂഷൻ സൈസ് ഞാൻ ഓൾറെഡി പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ 320 240 കാര്യങ്ങളൊക്കെ പറയുന്നുണ്ട്. സോ ബ്രൗസ് ചെയ്യുക, നമ്മൾ ഓൾറെഡി സേവ് ചെയ്ത് വെച്ചിട്ടുണ്ട്, അത് അപ്ലോഡ് ചെയ്യാം. സിഗ്നേച്ചറും സൈസും കാര്യങ്ങളും ഞാൻ ഓൾറെഡി പറഞ്ഞു. അവർ കൃത്യമായിട്ട് പറയുന്നുണ്ട്, സിഗ്നേച്ചർ മസ്റ്റ് ബി ഇൻ റണ്ണിംഗ് ലെറ്റേഴ്സ് ആൻഡ് നോട്ട് ഇൻ ബ്ലോക്ക് letters, and the applicant has to sign on white paper with black or blue ink pen within a box of size 50 mm into 20 mm. So കൃത്യമായിട്ട് പറയുന്നുണ്ട് ബ്ലാക്കോ ബ്ലൂവോ. എവിടെ? നമ്മുടെ ഗ്രാജുവേറ്റ് പോസ്റ്റിന്. അണ്ടർ ഗ്രാജുവേറ്റ് ആകുമ്പോൾ ബ്ലാക്ക് ആവണമെന്ന് പറയുന്നുണ്ട്. അപ്പോൾ രണ്ടും ബ്ലാക്ക് ആക്കുന്നതായിരിക്കും ബെസ്റ്റ് ചോയ്സ്. അപ്പോൾ ഒരു കൺഫ്യൂഷൻ വേണം, ബിക്കോസ് രണ്ടും അപ്ലൈ ചെയ്യുന്നവരാണ്. ഒന്നിൽ ബ്ലൂ ബ്ലാക്ക് അങ്ങനെ എടുക്കേണ്ട, അവർ പറയുന്ന പോലെ ചെയ്യാം, ബിക്കോസ് അവരാണല്ലോ നോട്ടിഫിക്കേഷൻ തന്നത്. റൈറ്റ്? യെസ്. അപ്പോൾ ഈ കാര്യങ്ങളൊക്കെ ചെയ്തതിന് ശേഷം എന്ത് ചെയ്യാം, സേവ് എന്ന് ക്ലിക്ക് ചെയ്യുക. സേവ് ചെയ്തതിന് ശേഷം നമ്മൾ നെക്സ്റ്റ് ക്ലിക്ക് ചെയ്യാം. റൈറ്റ്? യെസ്. ഇനി ഞാൻ ചുമ്മാ സാമ്പിൾ ഓഫ് യു റിജക്റ്റബിൾ ഫോട്ടോസ്, ലൈക്ക് ഏതൊക്കെ ഫോട്ടോസ് ആണ് അവർ റിജക്ട് ചെയ്യുക എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, ഇങ്ങനെ പ്രോപ്പർ ക്ലിയർ ആയിട്ട് നമ്മൾ കറക്റ്റ് ഫ്രെയിമിലില്ലാത്ത, ബാക്ക്ഗ്രൗണ്ട് വേറെ ഡിഫറെൻ്റ് ആയിട്ടുള്ള, സൺഗ്ലാസ് വെച്ചിട്ടുള്ള, ഇങ്ങനെ ഗ്ലാസ് വെച്ചിട്ടുള്ള, ക്ലിയർ അല്ലാത്ത, സ്മഡ്ജി ആയിട്ടുള്ള ഒന്നും പറ്റില്ല. അപ്പം നമ്മൾ നോർമലി സ്റ്റുഡിയോയിൽ നിന്ന് എടുക്കുന്ന ഫോട്ടോ ഈസ് പോസിബിൾ, പ്രൊവൈഡഡ് നമ്മുടെ ബാക്ക്ഗ്രൗണ്ട് വൈറ്റ് ആയിരിക്കണം. അത് മാത്രം പറഞ്ഞാൽ മതി, അവർ വൈറ്റിലാക്കി തരും. റൈറ്റ്? അപ്പോൾ അത് ചുമ്മാ അഡീഷണൽ ഇൻഫർമേഷൻ ആയിട്ട് വെച്ചേ ഉള്ളൂ, ഇത് നമുക്ക് നോക്കിയാൽ മാത്രമേ കാണുള്ളൂ. അപ്പോൾ നമ്മൾ ഫോട്ടോയും സിഗ്നേച്ചറും ഒക്കെ അപ്ലോഡ് ചെയ്ത് കഴിഞ്ഞ് കഴിഞ്ഞാൽ ഇനി നമ്മൾ സെലക്ട് ചെയ്യേണ്ടത് എന്താണെന്നറിയോ, നമ്മുടെ പോസ്റ്റിൻ്റെ ലൈക്ക് ഓർഡർ ആണ്, പ്രയോറിറ്റൈസ് ചെയ്യണം. ലൈക്ക് ഏതാണ് നമുക്ക് ആദ്യം പ്രിഫർ ചെയ്യുന്നത്. അപ്പോൾ നമ്മുടെ മാർക്കിനും ലൈക്ക് എല്ലാത്തിനും അടിസ്ഥാനത്തിലാണ് നമുക്കത് വരിക. അപ്പോൾ നമ്മളത് ചൂസ് ചെയ്യണം. അപ്പോൾ ഇതെല്ലാം ഇവിടെ ആയിരുന്നു ഉണ്ടായിരുന്നത്. ഓക്കെ, ഇവിടെ നമുക്ക് ഇങ്ങനെ നിരന്ന് കാണാം. അപ്പോൾ നമ്മൾ എന്ത് ചെയ്യും, അവിടെ സെലക്ട് ചെയ്ത് കഴിഞ്ഞാൽ ആ ഓർഡർ ഓഫ് പ്രിഫറൻസ് ഇവിടെ വീണ്ടും വരും. റൈറ്റ്? അപ്പോൾ ഞാൻ ഓൾറെഡി ഇവിടെ വന്നത് ഞാൻ എടുത്തില്ല, ഇവിടെ സെലക്ട് ചെയ്തതിന് ശേഷമുള്ളതാണ് ഇവിടെ കാണിക്കുന്നത്. അപ്പോൾ ഈ പോസ്റ്റുകൾ ഇവിടെ മിക്സ്ഡ് ആയിട്ട് ജംബിൾഡ് ആയിട്ട് ഇവിടെ ഉണ്ടായിരുന്നു. അത് ഞാൻ ഒരു ഓർഡർ പെർട്ടിക്കുലർ സെലക്ട് ചെയ്തത് ഈ രീതിയിൽ വന്നു. റൈറ്റ്? ആദ്യം 1, പിന്നെ കാറ്റഗറി 5, കാറ്റഗറി 2, കാറ്റഗറി 3 എന്നുള്ള രീതിയിൽ. അത് നിങ്ങളുടെ ഇഷ്ടം. അപ്പോൾ നിങ്ങൾ ഓരോ പോസ്റ്റിനെ കുറിച്ച് നന്നായിട്ട് വിശകലനം ചെയ്യുക, റിസർച്ച് ചെയ്യുക. ബിക്കോസ് സി, ഇഫ് യു വാണ്ട് വർക്ക് അറ്റ് ദാറ്റ് പെർട്ടിക്കുലർ പ്ലേസ്, നമ്മൾ അറിഞ്ഞിരിക്കേണ്ട എന്താണ് ജോലി, വർക്ക് പ്രൊഫൈൽ എന്താണ്, അതിൻ്റെ ഗ്രോത്ത് എങ്ങനെയാണ്, പ്രൊമോഷൻ കാര്യങ്ങളൊക്കെ എങ്ങനെയാണ്, അത് കൃത്യമായിട്ട് അനലൈസ് ചെയ്തിട്ട് നിങ്ങൾക്ക് ഇഷ്ടം എന്താണോ അക്കോർഡിംഗ് ടു ദാറ്റ് വേണം നിങ്ങളിത് ചൂസ് ചെയ്യാൻ വേണ്ടിയിട്ട്. റൈറ്റ്? അപ്പോൾ ഈ കാര്യങ്ങൾ ചൂസ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് ഇവിടെയാണ് കാണുക, ലൈക്ക് ഏത് ഓർഡറിലാണ് എന്നുള്ളത്. അത് നമുക്കിവിടെ റൈറ്റ് സൈഡിൽ കാണാൻ സാധിക്കും. റൈറ്റ്? അതിനുശേഷം ഡിക്ലറേഷൻ ഏറ്റവും താഴെ നമുക്ക് കാണാം, ഇതെല്ലാം ടിക്ക് ചെയ്യുക. സോ ഇഫ് യു ഹാവ് ഡൺ, ലൈക്ക് ഐ ഹാവ് നോട്ട് അണ്ടർഗോൺ ലാസിക് സർജറി, ഞാൻ ചെയ്തിട്ടില്ല. അപ്പോൾ ചെയ്തവരാണെങ്കിൽ ആ പ്രോപ്പർലി അത് വിടുക, അല്ലെങ്കിൽ എല്ലാം ടിക്ക് ചെയ്തു. സോ ഐ ഹിയർ ബൈ ഡിക്ലെയർ ദാറ്റ് ഐ ഹാവ് ഗോൺ ത്രൂ ദ എലിജിബിലിറ്റി ക്രൈറ്റീരിയ ഫോർ ദ പോസ്റ്റ് ആൻഡ് ദാറ്റ് ഐ മീറ്റ് ദ requisite eligibility conditions. I understand that. Yes അതെല്ലാം നമ്മൾ നോക്കി. അപ്പോൾ എല്ലാം ടിക്ക് ചെയ്യുക. ദാറ്റ്സ് ഇറ്റ്. ഓക്കെ, ഇത് ഓട്ടോമാറ്റിക്കലി ടിക്ക് ചെയ്ത് ഐ എം നോട്ട് കറന്റ് ഡിബാർ ഫ്രം എനി RRB or RRC ബിക്കോസ് നമ്മളങ്ങനെ ഡിബാർ ചെയ്യപ്പെട്ടാണെങ്കിൽ നമുക്ക് അപ്ലൈ ചെയ്യാൻ പറ്റില്ല. റൈറ്റ്? അപ്പോൾ പ്ലേസ് കാര്യങ്ങൾ കൊടുത്തു, നമ്മുടെ സിഗ്നേച്ചർ ഓട്ടോമാറ്റിക്കലി ഇവിടെ വരും. അപ്പോൾ ഡേറ്റും കാര്യങ്ങൾ അവിടെ കാണിക്കുന്നുണ്ട്. അപ്പോൾ എന്ത് ചെയ്യുക, സേവ് കൊടുക്കുക. റൈറ്റ്? സേവ് കൊടുത്തതിന് ശേഷം പ്രിവ്യൂ ആപ്ലിക്കേഷൻ എന്ന് പറയുന്നത് ക്ലിക്ക് ചെയ്യുക. സോ പ്രിവ്യൂ ആപ്ലിക്കേഷൻ നമ്മൾ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ ഈ രീതിയിൽ ലാസ്റ്റ് പേജ് മാത്രമാണ് കാണിച്ചിരിക്കുന്നത്. അപ്പോൾ നമുക്ക് സ്ക്രോൾ ചെയ്ത് കഴിഞ്ഞാൽ കൃത്യമായിട്ട് കാണാം, എല്ലാം ഒന്നുകൂടെ വെരിഫൈ ചെയ്യുക, എല്ലാം കറക്റ്റ് ആണോ എന്നുള്ള കാര്യം. സോ പ്രോപ്പറായിട്ട് വെരിഫൈ ചെയ്യുക. ആൻഡ് ഇഫ് യു ഫീൽ ലൈക്ക് എന്തെങ്കിലുമൊക്കെ എഡിറ്റ് ചെയ്യണമെങ്കിൽ എഡിറ്റ് ചെയ്യുക. ഓർ എൽസ് ഐ ഹാവ് റീചെക്ക് ദ എബൌട്ട് ഡീറ്റെയിൽസ് ആൻഡ് ഫൗണ്ട് കറക്റ്റ്, എല്ലാം കൃത്യമാണെങ്കിൽ ഇത് ക്ലിക്ക് ചെയ്യുക. ദെൻ സബ്മിറ്റ് ബട്ടൺ ക്ലിക്ക് ചെയ്യുക. സോ സബ്മിറ്റ് ബട്ടൺ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ applicant will not be able to make any corrections in the online application after submission എന്ന് പറയും. അഗൈൻ നമുക്ക് എഡിറ്റ് ചെയ്യാൻ പറ്റില്ല. പിന്നീട് അപ്പോൾ നമ്മൾ എന്ത് ചെയ്യുക, സബ്മിറ്റ് ക്ലിക്ക് ചെയ്യുക. റൈറ്റ്? സോ കറക്ഷൻ വിൻഡോ ഫർദർ പിന്നീട് വരുമായിരിക്കും. ബട്ട് സ്റ്റിൽ അറ്റ് ദിസ് മൊമെന്റ് നമ്മൾ സബ്മിറ്റ് കൊടുത്താൽ പിന്നെ ഇപ്പോൾ ഒന്നും ചെയ്യാൻ പറ്റില്ല. സോ നമ്മൾ എന്ത് ചെയ്യാണ്, സബ്മിറ്റ് എന്ന് കൊടുക്കുകയാണ്. റൈറ്റ്? യെസ്. അപ്പോൾ നമ്മൾ അക്കൗണ്ട് കംപ്ലീറ്റ് ആയി, പാർഷ്യലി കംപ്ലീറ്റ് എന്നേ പറയാൻ പറ്റുള്ളൂ. ഫീസ് അടച്ചാൽ മാത്രമാണ് നമ്മൾ കംപ്ലീറ്റ് ആയി എന്ന് പറയാൻ പറ്റുള്ളൂ. നെക്സ്റ്റ് പ്രോസസ്സ് എന്ന് പറയാം, അപ്പോൾ നിങ്ങൾ ഏത് കാറ്റഗറി ആണോ, അല്ലെങ്കിൽ ഈ നമ്മുടെ ഏത് സർട്ടിഫിക്കറ്റ് ഒക്കെ നമ്മൾ പറഞ്ഞു, EBC എന്നുള്ളതൊക്കെ അക്കോർഡിംഗ് ടു ദാറ്റ് ആണ് നമ്മളിത് ചെയ്യേണ്ടത്. അവിടെ 500 രൂപ അടയ്ക്കണം എന്ന് പറയുന്നുണ്ട്. ലൈക്ക് നമ്മുടെ പേരും ഡീറ്റെയിൽസും കാര്യങ്ങളും വരും.
പേ വിത്ത് റേസർ പേ എന്ന് കാണിക്കും, അത് ക്ലിക്ക് ചെയ്യുക. സോ പേ വിത്ത് റേസർ പേ ക്ലിക്ക് ചെയ്യുമ്പോൾ നമുക്ക് ക്രെഡിറ്റ് കാർഡോ ഡെബിറ്റ് കാർഡോ UPI നെറ്റ് ബാങ്കിങ്ങോ ഏത് രീതിയിൽ വേണമെങ്കിലും നമുക്ക് പേ ചെയ്യാൻ പറ്റും, റൈറ്റ്? അപ്പോൾ നമ്മൾ എന്ത് ചെയ്യാണ്, സോ യൂഷ്വലി ഇപ്പോൾ എല്ലാവരും UPI ID ഗൂഗിൾ പേ ഒക്കെയാണ്. സോ UPI അല്ലെങ്കിൽ QR ഒക്കെ യൂസ് ചെയ്ത് നമുക്ക് പേ ചെയ്യാൻ സിമ്പിളായിട്ട് ചെയ്യാം. അപ്പോൾ ഞാൻ ഷോ QR കോഡ് ഒന്ന് കൊടുത്തു, പേനോ ഒന്ന് കൊടുത്തു. അപ്പോൾ നമുക്ക് എന്ത് വരും, ഇതുപോലെ ഒരു QR കോഡ് വരും, 500 രൂപയുടെ സംഭവം റെഡി ആയിട്ടുണ്ട്. നമ്മൾ ഫോൺ എടുത്തിട്ട് പറയേണ്ട കാര്യമില്ലല്ലോ, എല്ലാവർക്കും അറിയുന്ന കാര്യങ്ങളല്ലേ. ബട്ട് സ്റ്റിൽ നമ്മൾ സ്കാൻ ചെയ്ത് കഴിഞ്ഞാൽ എന്തായി, നമ്മുടെ അക്കൗണ്ടിൽ നിന്ന് പൈസ പോയി കഴിഞ്ഞാൽ ഇതുപോലെ ഇവിടെ വരും സക്സസ്, പേയ്മെന്റ് സക്സസ്ഫുൾ എന്ന് വരും. അപ്പോൾ നമ്മൾ കംപ്ലീറ്റ് ആയി, പാർഷ്യലി കംപ്ലീറ്റ് ആയി. സോ ഇതിൻ്റെ ഒരു സെയിം സാധനം നമ്മുടെ മെയിലിലോട്ടും അവർ അയക്കുന്നുണ്ട്. നിങ്ങൾക്ക് വേണമെങ്കിൽ അത് പ്രിന്റ് ചെയ്തും എടുത്ത് വെക്കാം ഫോർ ഫ്യൂച്ചർ റെഫറൻസസ്, റൈറ്റ്? അപ്പോൾ യുവർ അപ്ലിക്കേഷൻ വിത്ത് രജിസ്ട്രേഷൻ നമ്പർ ഈസ് പ്രൊഫഷണലി അക്സെപ്റ്റഡ്, യുവർ കാൻഡിഡേച്ചർ ഈസ് സബ്ജക്ട് ടു ഫുൾഫിൽമെന്റ് ഓഫ് ദ പ്രിസ്ക്രൈബ്ഡ് ക്രൈറ്റീരിയ എന്ന് നമുക്ക് കാണാൻ സാധിക്കും. അപ്പോൾ എല്ലാ കാര്യങ്ങളും ഇവിടെ തന്നെ ട്രാൻസാക്ഷൻ ഡീറ്റെയിൽസ് ഒക്കെ ഉണ്ട്. അപ്പോൾ നമുക്ക് മെയിലിൽ ഓൾറെഡി അവർ സെൻഡ് ചെയ്തിട്ടുണ്ട്. ബട്ട് ഇഫ് യു വാണ്ട് ടു ടേക്ക്, നമുക്ക് എന്ത് ചെയ്യാം, പ്രിന്റ് ചെയ്തിട്ട് അതായത് PDF സേവ് ചെയ്തും വെക്കാൻ പറ്റും, റൈറ്റ്? യെസ്. അപ്പോൾ നമുക്ക് പിന്നീട് നമ്മുടെ അപ്ലിക്കേഷൻ നോക്കിക്കഴിഞ്ഞാൽ കൃത്യമായിട്ട് ഇവിടെ ചെക്ക് ചെയ്യുക, പേയ്മെന്റ് സ്റ്റാറ്റസ് നോക്കുക, പേയ്മെന്റ് കംപ്ലീറ്റഡ് ആണോ അല്ല. എന്തെങ്കിലും എറർ വന്നിട്ട് കംപ്ലീറ്റഡ് അല്ലെങ്കിൽ നമ്മൾ പാർഷ്യലി അല്ലെങ്കിൽ നമ്മുടെ പ്രോസസ്സ് കംപ്ലീറ്റ് ആവില്ല. സോ മേക്ക് ഷുവർ ദിസ് ഈസ് വാട്ട് പേയ്മെന്റ് സ്റ്റാറ്റസ്, പേയ്മെന്റ് കംപ്ലീറ്റഡ് ആണെന്ന് നിങ്ങൾ നോക്കുക, റൈറ്റ്? യെസ്. അപ്പോൾ ഇത്രയാണ് നമ്മുടെ എൻറ്റയർ പ്രോസസ്സ് എന്ന് പറയുന്നത്. നമ്മൾ അണ്ടർ ഗ്രാജുവേറ്റ് ആകുമ്പോൾ സെയിം തന്നെ പോസ്റ്റുകളിൽ എന്തായാലും വ്യത്യാസം ഉണ്ടാവില്ല, കാരണം ഡിഫറെൻറ്റ് പോസ്റ്റുകളാണല്ലോ. അപ്പോൾ അതിൻ്റെ കാര്യങ്ങൾ മാത്രമേ ഉള്ളൂ, ബാക്കി എല്ലാം സെയിം തന്നെയാണ്. സോ ദാറ്റ്സ് ഓൾ അബൌട്ട് അപ്ലിക്കേഷൻ ഓഫ് ദിസ് പെർട്ടിക്കുലർ തിങ്, റൈറ്റ്? ഇനി അപ്പോൾ നിങ്ങൾ അപ്ലൈ ചെയ്ത് കഴിഞ്ഞു, ഇനി എന്താണ് നമ്മൾ ഫോക്കസ് ചെയ്യേണ്ടത്? ഇനി നമ്മൾ ഓഫ്കോഴ്സ് ഇനി കുറച്ച് ടൈമിലേ ഉള്ളൂ നമ്മൾ പഠിക്കണം. അപ്പോൾ ഓൾറെഡി നിങ്ങൾ എന്തായിരിക്കും, നന്നായിട്ട് പഠിച്ചിട്ടുള്ള ആൾക്കാരെ നിങ്ങൾ പ്രാക്ടീസ് ആണ് കൂടുതൽ ചെയ്യേണ്ടത്. ഇനി ഇപ്പോഴും നിങ്ങൾ എന്ത് ചെയ്യണം, ലൈക്ക് അപ്ലൈ ചെയ്ത് കഴിഞ്ഞു അല്ലെങ്കിൽ അപ്ലൈ ചെയ്യാൻ പോവാണ്, ബട്ട് എങ്ങനെ പഠിക്കണം എന്നൊന്നും അറിയുന്നില്ല, കൺഫ്യൂഷനിലാണെങ്കിൽ നിങ്ങൾ ഈ കൺഫ്യൂഷൻ നിർത്തിവെക്കുക. ബിക്കോസ് വി ആർ ഹിയർ ഫോർ യു. യെസ്. അപ്പം നമ്മൾ സൈലം ബ്രിങ്സ് യു വാട്ട് RRB NTP Ticket to Success Batch 2.0. Why this 2.0? Because നമ്മൾ ഓൾറെഡി ഒരു ബാച്ച് ഇവിടെ ലോഞ്ച് ചെയ്തിട്ടുണ്ട്. അപ്പം ഞാനൊന്നും പറയുന്നില്ല, നമ്മുടെ ടെലിഗ്രാം ഗ്രൂപ്പിൽ ജോയിൻ ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് അബൌട്ട് അന്വേഷിക്കാം, അത് ചോദിക്കാം. ലൈക്ക് ഓൾറെഡി NTPCയിൽ ജോയിൻ ചെയ്തിട്ടുണ്ടോ സൈലത്തിൽ? അപ്പോൾ അവർ റെസ്പോണ്ട് ചെയ്യുമായിരിക്കും, ഓഫ് കോഴ്സ് ചെയ്യണമല്ലോ, റൈറ്റ്? അപ്പോൾ അവരോട് ചോദിക്കുക, എങ്ങനെയാണ് ക്ലാസ്സസ്, മനസ്സിലാവുന്നുണ്ടോ, നന്നായിട്ട് സിലബസ് കവർ ചെയ്യുന്നുണ്ടോ, എല്ലാ കാര്യങ്ങളും അടിപൊളിയാണോ എന്ന് ചോദിച്ചിട്ട് മാത്രം ഇഫ് യു റിയലി വാണ്ട് ടു ഗെറ്റ് എ ജോബ്, ഗവൺമെൻറ് ജോബ്, നിങ്ങൾ ഞങ്ങളോടൊപ്പം ജോയിൻ ചെയ്യുക. ഞങ്ങളെന്നും നിങ്ങളോടൊപ്പം ഉണ്ടാവും. അപ്പോൾ അവരോട് ചോദിച്ചിട്ട് അല്ല, ഞങ്ങൾ പറയുന്നില്ല, ഞാൻ പറയുന്നില്ല ഇങ്ങനെയാണ് പഠിപ്പിക്കുക, എങ്ങനെയാണ് പഠിപ്പിക്കുക, അല്ലെങ്കിൽ ഞങ്ങൾ ഇങ്ങനെയാണ് ചെയ്യുക, അതൊന്നും ഞാൻ പറയുന്നില്ല. നിങ്ങൾ റിവ്യൂസ് എടുക്കുക. ഇവിടെ ഓൾറെഡി ജോയിൻ ചെയ്ത ആൾക്കാരോട് ചോദിച്ചിട്ട് നിങ്ങൾക്ക് ഓക്കെ ആണ് എന്ന് തോന്നുകയാണെങ്കിൽ നിങ്ങൾ ഞങ്ങളോട് കൂടുക, ഞങ്ങൾ നിങ്ങളെ ഹെൽപ്പ് ചെയ്യാനുണ്ടാവും. യൂട്യൂബിലും നമുക്ക് വീഡിയോസ് ഉണ്ട്. സോ അത് നോക്കിയിട്ട് എങ്ങനെയാണ് ഓരോ ഫാക്കൽറ്റി ഇവിടെ ക്ലാസ് എടുക്കുന്നത് എന്നുള്ള കാര്യങ്ങൾ സോ നിങ്ങൾക്ക് ഇഷ്ടമാവുന്നതാണ് എൻ്റെ വിശ്വാസം, എൻ്റെ വിചാരം. സോ നിങ്ങൾ എന്ത് ചെയ്യാം, അക്കോർഡിംഗ്ലി അത് നോക്കിയിട്ട് എല്ലാം ഓക്കെ ആണെങ്കിൽ ഞങ്ങളിവിടെ ജോയിൻ ചെയ്യാം. സോ ക്ലാസ് 9th ഒക്ടോബറിനാണ് സ്റ്റാർട്ട് ചെയ്യുക. അപ്പോൾ നിങ്ങൾ അതിന് മുമ്പ് തന്നെ കൃത്യമായിട്ട് സെറ്റ് ആകാൻ വേണ്ടിയിട്ട് ഇതിൽ ജോയിൻ ചെയ്യുക. അപ്പോൾ നമ്മളെല്ലാവരും ഉണ്ടാവും, ഈ കാണുന്ന എല്ലാവരും ഉണ്ടാവും നിങ്ങളെ ഹെൽപ്പ് ചെയ്യാൻ. അപ്പോൾ ഞങ്ങൾ നിങ്ങളുടെ കൂടെ ഉണ്ടാവും, നിങ്ങളും ഞങ്ങളുടെ കൂടെ ഉണ്ടാവണം. സോ താങ്ക് യു സോ മച്ച്. തരാം.